ഞങ്ങൾക്കുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ജീവൻ. ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ബലം കൊണ്ടോ നമ്മുടെ പണത്തിന്റെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ ഗ്ലാമർ കൊണ്ടോ നമ്മുടെ കുലച്ചേട്ടത് കൊണ്ടൊന്നും അല്ല ഈ ശരീരത്തിനകത്ത് ഈ ജീവൻ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുലച്ചേട്ടതയാണ് നമ്മൾ ഭരിക്കാതിരിക്കാമായിരുന്നല്ലോ. കാരണം എനിക്കിപ്പോ ഭരിക്കാൻ നേരമില്ല. പറ്റുമോ? നമ്മുടെ കഴിവിൽ വർണ്ണത്തെ മാറ്റാൻ പറ്റുമോ? നമ്മളെല്ലാം പല അമ്മമാരെ പല കാലഘട്ടത്തിൽ നമ്മളെ പ്രസവിച്ചു 28 പോലും ഇല്ലാതെ വെറും കൈയോടെ മണ്ണി വന്നവരാ. ഇവിടെ വന്നു കഴിഞ്ഞല്ലേ ചേട്ടതയും കുലമൊക്കെ ഉണ്ടായത്. ഈ മണ്ണിലോട്ട് ജനിച്ചപ്പോ മുതല് ഈ മൂക്കിനകത്തൂടെ വലിച്ചോണ്ടിരിക്കുന്ന ശ്വാസം ഓക്സിജൻ അത് ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് ശരീരം ചലിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അത് ശരീരത്തിൽ നിന്ന് പോയാൽ ഈ വാഴപ്പിണ്ടിക്ക് നാറ്റം വരും. ഇന്നലെ വരെ കൂടെ കഴിഞ്ഞ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, സമുദായം, സംഘടന എല്ലാം ചാപ്പട്ടിയുടെ കൂടെ കുടി വരെ വരും. ഒരു പിടി മണ്ണ് വാരിയിട്ടേച്ച് പോകും, പിന്നെ ഓർക്കത്തുമില്ല. ഭാര്യയോ ഭർത്താവോ ചെറുപ്പക്കാരാണെങ്കിൽ ഒരു 6 മാസം കഴിയുന്നതിന് മുമ്പേ അവിടെ മാതാപിതാക്കന്മാർ അവരെ വേറെ കല്യാണം കഴിച്ചു വിടും. ഇതല്ലേ ബന്ധം? ഈ ജഡത്തിന്റെ ബന്ധമല്ലേ ബന്ധം? അത് ഈ മണ്ണ് കൊണ്ട് അഴിഞ്ഞു പോകും. എന്നാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഈ ലോകത്തിൽ വന്ന് ഭാവികൾക്ക് വേണ്ടി തിരുവരുത്തം പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി മരണത്തെ ജയിച്ചു. നീ അവന് മരിക്കാൻ കഴിയല. ആ യേശു വീണ്ടും മടങ്ങി വരാൻ പോവുക. ആ വരവിന്റെ ലക്ഷണങ്ങളാണ് ഈ ലോക സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരുന്നത് ഒരിക്കൽ വന്ന് ഭാവികളെ രക്ഷിപ്പാൻ വന്നു. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. അവനെ തള്ളിക്കളഞ്ഞു, അവനെ ഘോഷിച്ചു. ഒരു തെറ്റുമില്ലാത്തവനെ ഘോഷിച്ചു. അന്ന് 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അന്നത്തെ വലിയ റോമൻ ഭരണ കൂടത്തിന്റെ തലവനായിരുന്ന പിലാത്തോസ്, ഗവർണറായിരുന്ന പിലാത്തോസ്, അദ്ദേഹത്തിന് വധിക്കാനും വെറുതെ വിടാനും കഴിയുമായിരുന്നു. അദ്ദേഹം പോലും പറഞ്ഞു, ഈ നീതിമാനെ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഇവിടെ കള്ളനും പിടിച്ചു വരികാരനും മോട്ടാവിനും ഒക്കെ ഇവിടെ സമയമുണ്ട് കൊടുത്തിരിക്കുക. അതിന്റെ കൂടെ ഒത്തിരി നേതാക്കന്മാരും പണക്കാരും ഒക്കെ പണം ഇറക്കി അവനെ വിടിവിക്കുക. ഇതെല്ലാം നീ രക്ഷപ്പെടാമെന്ന് ഓർക്കേണ്ട കേട്ടോ. നീതി കെട്ടിയവർക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിൽ ദൈവം അയച്ചു തന്റെ പുത്രനെ, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാൻ നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത നിത്യത. 2 നിത്യതയുണ്ട്. ഇവിടെ നമ്മൾ ഏറിയാൽ 70, 80, 85, 90 ഒക്കെ വരെ ജീവിക്കും. ഇവിടെ അവിടെ കൊണ്ട് അവസാനിക്കും. നിത്യത എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത 2 നിത്യത. നിത്യ നരകം, നിത്യ സ്വർഗം. നരകത്തിൽ പോകാൻ നിങ്ങളൊന്നും ചെയ്യുവാന്നും വേണ്ട. ഇപ്പൊ പോകുന്ന പോലെ പോയാൽ മതി. അവിടെ ചെന്നൊരിക്കൽ വീണോളൂ. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ പാപം വിടണം. പാപികളെയാണ് ശിക്ഷിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ നമ്മളല്ല പാപം ചെയ്തത്. നമ്മുടെ മാതാപിതാക്കന്മാർ ആദ്യത്തെ മനുഷ്യനാ. അവരാണ് അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ അവര് നമ്മൾ കൂടിയപ്പോ കുട്ടികളുണ്ടായി. ഭാര്യയും ഭർത്താവും ചേരുമ്പോഴല്ലേ കുട്ടികളുണ്ടാകുന്നു. അതിനല്ലേ നമ്മൾ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുണ്ടായി.
അവിടെ രക്തത്തിനകത്താണ് ഈ കുട്ടികളുണ്ടായത്. അവിടെ രക്തത്തിനകത്താണ് പാവം കിടക്കുന്നത്. അതാ ജന്മഭാവം എന്ന് പറയുന്നത്. ഈ ജന്മഭാവം മാറാനായിട്ട് പുറമെ ചെളി കഴിക്കാന്ന് ശങ്കരനെ വർഗിച്ചേട്ടാന്ന് പേരിട്ട മാറുവോ? പണ്ടത്തരമല്ലേ? വർഗിക്ക് വേണ്ട ഒരു മുസ്ലിം അഭിപ്രായം പള്ളി ചേർന്ന മതം മാറിയാ മതി, അവിടെ വേദം അനുസരിച്ചാ മതി. സരോജനിക്ക് വേണ്ട അന്നക്കുട്ടി എന്ന് പേരിടാം, ഇടാൻ വയ്യേ? പക്ഷെ അതുകൊണ്ട് ഭാവിയല്ലെന്ന് പറയാൻ നോക്കുവോ? നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന ചൊറിയണം പറിച്ച് കുവൈറ്റിൽ വെച്ചാലും ഇംഗ്ലണ്ടിൽ വെച്ചാലും അമേരിക്കയിൽ വെച്ചാലും യൂറോപ്പിൽ കൊണ്ട് വെച്ചാലും ചൊറിയണം അല്ല സഹോദരങ്ങളെ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് യേശു താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അധികാരം. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിന്റെ അവകാശികളാണ്. നമ്മളിവിടെ നശിച്ചു പോകുന്ന മണ്ണ് വാങ്ങിക്കും, മണ്ണ് വാങ്ങിച്ച് ആധാരമൊക്കെ എഴുതും. ആ എഴുതുന്നവരുടെ പേരിൽ കിടക്കും. അവിടെ കാലം കഴിയുമ്പോൾ അവിടെ രക്തത്തിലുണ്ടാകും കുഞ്ഞുങ്ങൾ അതിന്റെ അവകാശി. അടുത്ത വീട്ടിലെ